രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, ഇതാണ് നമ്മള് ഓക്കെ. അപ്പൊ നമ്മൾക്ക് ഒരു എന്താ പറയാ Yes, good evening. Good evening, sir. Okay, let us start. അപ്പോ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത്. അതെല്ലാ മേഖലകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതില് അത് കോൺകോഡ് ഉണ്ടാവും, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, എല്ലാ മേഖലകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആ ക്വസ്റ്റ്യൻ വായിക്കാം. മാംഗോ ഈസ് ഡാഷ് ദാൻ ആപ്പിൾ. മാംഗോ ഈസ് ഡാഷ് ആപ്പിൾ. 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. സ്വീറ്റർ, ഓപ്ഷൻ ബി സ്വീറ്റസ്റ്റ്, ഓപ്ഷൻ സി സ്വീറ്റ്, പിന്നെ നൺ ഓഫ് ദീസ്. ഇവിടെ നിങ്ങൾ ഏത് പദം ഉപയോഗിക്കും? സ്വീറ്റർ. നോക്കാം, അതൊരു ടിപ്പാണ്. ദാൻ എന്ന വേർഡ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദാന് മുൻപ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ സ്വീറ്റ് എന്നുള്ളതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഏതാണെന്ന് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കണം, ഐഡന്റിഫൈ ചെയ്യണം. സ്വീറ്റർ, സ്വീറ്റ്, സ്വീറ്റർ, സ്വീറ്റസ്റ്റ്. അപ്പോ ആ വാക്യം പൂർണ്ണമായി വായിച്ചു നോക്കിയേ. മാംഗോ ഈസ് സ്വീറ്റർ ദാൻ ആപ്പിൾ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഞാനൊരു 100 ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യിക്കാന്നുള്ള പ്രോഗ്രാമാണ് എൻ്റെ. അതിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. രാജു ഈസ് ഡാഷ് tallest boy in the class. Raju is dash tallest boy in the class. അവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആർട്ടിക്കിൾസിൽ നിന്നുള്ള ചോദ്യമാണത്. ഒന്നാമത്തെ ഓപ്ഷൻ എ, മറ്റൊന്ന് ആൻ, സി ദ, ഡി ഓഫ്. യെസ്, അവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ടോളസ്റ്റ് എന്ന ഒരു പദം അവിടെ കാണാം. അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുൻപ് എപ്പോഴും ദ എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായത് രാജു ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. ഉണ്ടോ? സിദ്ധാർത്ഥ് ഈസ് ദ ബ്രൈറ്റസ്റ്റ് സ്റ്റുഡന്റ് ഇൻ അവർ ക്ലാസ്. ഉണ്ടോ? അപ്പോ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് മുന്നിലായിട്ട് നിങ്ങൾ എന്ത് ഉപയോഗിക്കണം? THE എന്ന ആ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ്, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മീന ഈസ് എൽഡർ. മീന ഈസ് എൽഡർ ഡാഷ് നീന. നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. മീന ഇസ് എൽഡർ ഡാഷ് നീന. അവിടെ 4 ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. ഒന്ന് ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി TOO 2, ഓപ്ഷൻ സി ദാൻ, പിന്നെ നൺ ഓഫ് ദീസ്. നിങ്ങൾ എന്താണ് അതിൽ ഉപയോഗിക്കാൻ പോണത്? മീന ഈസ് എൽഡർ ടു. എൽഡർ എന്ന വാക്കിന് ശേഷം ടു എന്ന ആ പ്രൊപ്പോസിഷനെ ഉപയോഗിക്കാവൂ. എൽഡർ ദാൻ എന്ന് ഒരിക്കലും പറയാറില്ല. ഓൾഡർ ആൻഡ് എൽഡർ എന്ന ഈ 2 പദങ്ങളുടെ പ്രത്യേകത നിങ്ങൾക്ക് ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതായത് എൽഡർ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ പ്രായവ്യത്യാസം സൂചിപ്പിക്കാനാണ്.
അപ്പോ എൽഡറിന് ശേഷം സാധാരണ ഇംഗ്ലീഷിൽ ടു എന്ന പ്രൊപ്പോസിഷൻ ആണ് ഉപയോഗിക്കാറ്. മീന ഇസ് എൽഡർ ടു നീന. എൽഡർ ദാൻ എന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഓൾഡർ എന്നാണെങ്കിൽ നമുക്ക് ദാൻ എന്ന് ഉപയോഗിക്കാം. അപ്പോ ദിസ് ഫോർട്ട് ഈസ് ഓൾഡർ ദാൻ ദാറ്റ്. അവിടെ നമുക്ക് ദാൻ എന്ന് ഉപയോഗിക്കാം. അപ്പൊ എൽഡറിന് ശേഷം ഒരിക്കലും ദാൻ എന്ന് ഉപയോഗിക്കരുത്. എൽഡർ ടു എന്നേ ഉപയോഗിക്കാവൂ. സിദ്ധാർത്ഥ്. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അച്ചു ഇസ് ഓൾഡർ ഡാഷ് പൊന്നു. അച്ചു ഇസ് ഓൾഡർ ഡാഷ് പൊന്നു. അവിടെ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? ദാൻ എന്ന് ഉപയോഗിക്കാം. ഓൾഡർ ദാൻ. അച്ചു ഈസ് ഓൾഡർ ദാൻ പൊന്നു. ഓൾഡറിന് ശേഷം നിങ്ങൾ ദാൻ എന്ന് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. There is dash money in my pocket. ശ്രദ്ധിക്കണം. There is dash money in my pocket. ഓപ്ഷൻ നോക്കിയിട്ട് വേണം അതിന്റെ ആൻസർ പറയാൻ. ഒന്നാമത്തെ ഓപ്ഷൻ ഫ്യൂവർ, FEWER. മറ്റൊന്ന് ഓപ്ഷൻ ബി എ ഫ്യൂ, അല്പം എന്നാണ് അതിന്റെ അർത്ഥം. എ ഫ്യൂ. ഓപ്ഷൻ സി ഫ്യൂ, FEW. ഓപ്ഷൻ ഡി ലിറ്റിൽ. നിങ്ങൾ ഏത് വാക്ക് ഉപയോഗിക്കും ഇതില്? നോ, എ ഫ്യൂ എന്നുള്ളത് തെറ്റാണ്. കാരണം മണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗണിന് മുൻപ് നമ്മൾ ലിറ്റിൽ ഓ എ ലിറ്റിൽ എന്ന് ഉപയോഗിക്കണം. കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂ, എ ഫ്യൂ എന്നിവ ഉപയോഗിക്കാം. അതും നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ. ലിറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നപ്പോഴാണ് ഒട്ടുമില്ല എന്ന. മണി കൗണ്ടബിൾ ആണ്, പക്ഷേ ഇപ്പോ വാട്ടർ കൗണ്ടബിൾ ആണോ? വാട്ടർ കൗണ്ടബിൾ ആണോ? നോ, അൺകൗണ്ടബിൾ നൗൺ ആണ്. പക്ഷെ നമുക്ക് അതിനെ കൗണ്ടബിൾ ആക്കാം. ഞാൻ പറയാണ്, എ ഗ്ലാസ് ഓഫ് വാട്ടർ. അപ്പൊ അവിടെ കൗണ്ടബിൾ ആയി. വാട്ടർ എന്നുള്ളത് അൺകൗണ്ടബിൾ നൗൺ ആണ്. ബട്ട് എ ഗ്ലാസ് ഓഫ് എന്ന ആ ഫ്രൈസ് കൂടി ചേർത്ത് പറയുമ്പോൾ അത് കൗണ്ടബിൾ ആയി. അപ്പൊ കൗണ്ടബിൾ നൗൺസിനെ നമുക്ക് അൺകൗണ്ടബിൾ നൗൺസിനെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ കൗണ്ടബിൾ ആക്കി മാറ്റാൻ കഴിയും. ഇപ്പൊ മണി എന്നുള്ളത് അൺകൗണ്ടബിൾ ആണ്. ബട്ട് 1000 rupees എന്നുള്ളത് കൗണ്ടബിൾ ആണ്. നമുക്കത് കൗണ്ട് ചെയ്യാം. അപ്പൊ ഇവിടെ there is dash money in my pocket. എന്റെ പോക്കറ്റിൽ ഡാഷ് മണി, പണം തീരെയില്ല എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് there is little money in my pocket. money in my pocket. എന്റെ പോക്കറ്റിൽ തീരെ പണമില്ല. There is little water in the pond. എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായത്? There is little water in the pond. അതായത് ആ കുളത്തിൽ തീരെ വെള്ളമില്ല. വെള്ളം ഇല്ല എന്നാണ്. ലിറ്റിൽ എന്ന ആ വേർഡിന്റെ മീനിങ് തന്നെ
നത്തിങ് എന്നാണ് അതിന്റെ അർത്ഥം. അത് അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ മാത്രമേ ലിറ്റിൽ ഉപയോഗിക്കാവൂ. There is little water, there is little gas, there is little sugar. ഇങ്ങനെ അൺകൗണ്ടബിൾ ആയിട്ടുള്ള വാക്കുകളുടെ കൂടെയാണ് ലിറ്റിൽ എന്ന ഈ വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാ ഫ്യൂ എന്ന് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? കൗണ്ടബിൾ നൗൺസിനോടൊപ്പമാണ്. ഇപ്പോ സിദ്ധാർത്ഥ് ഹാസ് എ ഫ്യൂ ഫ്രണ്ട്സ് അറ്റ് പാലക്കാട്. സിദ്ധാർത്ഥ് ഹാസ് എ ഫ്യൂ ഫ്രണ്ട്സ് അറ്റ് പാലക്കാട് എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥിന് പാലക്കാട് കുറച്ച് കൂട്ടുകാരുണ്ട്. ഷിജിൻ വർഗീസ് ഹാസ് ഫ്യൂ ഫ്രണ്ട്സ് അറ്റ് ഇടുക്കി. ഷിജിൻ വർഗീസിന് ഇടുക്കിയിൽ കൂട്ടുകാരില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഫ്യൂ ആൻഡ് എ ഫ്യൂ തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് അതുപോലെ തന്നെ ഒരു ചോദ്യമാണ് ഇവിടെ പറയണത്. ഹി ഹാസ് ഡാഷ് ഫ്രണ്ട്സ് എബ്രോഡ്. ABROAD. എബ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശത്ത്. ഇവിടെ എന്താ? ഹി ഹാസ് ഫ്രണ്ട്സ് എബ്രോഡ്. എന്നിട്ട് 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ലെസ് ഫ്രണ്ട്സ്, ലെസർ ഫ്രണ്ട്സ്, ലീസ്റ്റ് ഫ്രണ്ട്സ്, ഫ്യൂ ഫ്രണ്ട്സ്. ഈ ഓപ്ഷനിൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? ഫ്യൂ. കാരണം എന്താ? ഹി ഹാസ് ഫ്യൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവന് കൂട്ടുകാരില്ല. എവിടെ? എബ്രോഡ്, വിദേശത്ത്. ഹി ഹാസ് ഫ്യൂ ഫ്രണ്ട്സ് എബ്രോഡ്. അവന് വിദേശത്ത് കൂട്ടുകാരില്ല. അവിടെ ഈ വാക്യം നെഗറ്റീവ് ആണ്. അവിടെ നമ്മൾ നോ എന്നോ നോട്ട്, ഹാഡ്ലി, അങ്ങനെയുള്ള സെൽഡം, അങ്ങനെയുള്ള ഒരു പദവും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലിറ്റിൽ അല്ലെങ്കിൽ ഫ്യൂ എന്ന ഈ 2 വേർഡ്സ് നിങ്ങൾ ഏത് വാക്യത്തിൽ കാണുന്നുവോ ആ വാക്യം നെഗറ്റീവ് ആയിരിക്കും. ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് ഇൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഐ ഹാവ് നോ ഫ്രണ്ട്സ് ഇൻ അമേരിക്ക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അത് മനസ്സിലാക്കാം നിങ്ങൾ. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അൺകൗണ്ടബിൾ നൗൺസിനോടൊപ്പം ലിറ്റിൽ എന്നും കൗണ്ടബിൾ നൗൺസിനോടൊപ്പം ഫ്യൂ എന്നുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഞാനൊരു 100 സൂപ്പർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യിക്കുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ വ്യാകരണ മേഖലയിൽ നിന്നും ഉള്ള ചോദ്യങ്ങളായിരിക്കും. ഏതെങ്കിലും കൺസേൺഡ് ആയിട്ടുള്ള ഗ്രാമർ പോർഷൻസ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് വിശദീകരിച്ചു തരുന്നതായിരിക്കും. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ ഇതാണ്. ശ്രദ്ധിക്കണം. സ്പീച്ച് ഒന്ന് പറയാമോ? പറയാം. റിപ്പോർട്ടഡ് സ്പീച്ച് പറയാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് പോരെ? സിദ്ധാർത്ഥ്. പറഞ്ഞതാണ് ധന്യ. പക്ഷെ സിദ്ധാർത്ഥ അങ്ങനെ ചോദിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അത് വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിക്കണം. ദ പ്രിൻസിപ്പാൾ ആൻഡ് മാനേജർ. ശ്രദ്ധിക്കാം. ദ പ്രിൻസിപ്പാൾ ആൻഡ് മാനേജർ ഡാഷ് ആബ്സെന്റ് ടുഡേ. അവിടെ നമ്മൾ ആ ഡാഷ് എന്ന സ്ഥലത്ത് ഏത് വെർബ് ഉപയോഗിക്കും? 4 വെർബ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് ഈസ്, മറ്റൊന്ന് ആർ, സി ഹാവ്, മറ്റൊന്ന് വേർ, WERE. നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഈസ് എന്ന വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഇതിനെന്താ കാരണം? നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കോൺകോഡ് പഠിപ്പിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 2 വാക്കുകളെ
ആൻഡ് ഉപയോഗിച്ച് നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ആ രണ്ട് വാക്കുകൾക്ക് മുൻപിലും ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് പ്ലൂറൽ ആയിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞ വാക്യം നോക്കിയേ, ദ പ്രിൻസിപ്പാൾ ആൻഡ് മാനേജർ ആൻഡ് ദ മാനേജർ എന്നാണെങ്കിൽ അത് രണ്ടും ആളായിരിക്കും. ഇവിടെ ദ എന്ന് ഒരു സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ദ പ്രിൻസിപ്പാൾ ആൻഡ് മാനേജർ ഈസ് ആബ്സെന്റ് ടുഡേ. എന്നാൽ ദ പ്രിൻസിപ്പാൾ ആൻഡ് ദ മാനേജർ എന്നായിരുന്നെങ്കിലോ ആർ എന്ന് ഉപയോഗിക്കണം. ദ പ്രിൻസിപ്പാൾ ആൻഡ് ദ മാനേജർ ആർ ആബ്സെന്റ് ടുഡേ. അപ്പൊ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കാം. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് ആണത്. പക്ഷേ നമ്മുടെ PSC എക്സാമിന് അത് വലിയൊരു സംഭവം തന്നെയാണ്. നോക്കാം. ദ പ്രിൻസിപ്പാൾ ആൻഡ് ദ മാനേജർ ആണെങ്കിൽ നമ്മൾ ആർ എന്ന് പറയണം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ എന്റെ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. ദ പോയറ്റ് ആൻഡ് ദ ഡ്രമാറ്റിസ്റ്റ് ഡാഷ് ഡെറ്റ്. അവിടെ നിങ്ങൾ ആർ ഡെഡ് എന്ന് ഉപയോഗിക്കോ ഈസ് ഡെഡ് എന്ന് ഉപയോഗിക്കോ? ദ പോയറ്റ് ആൻഡ് ദ ഡ്രമാറ്റിസ്റ്റ് ആർ ഡെഡ്. കാരണം അവിടെ പോയറ്റ് എന്ന വേർഡിന് മുന്നിലും ഡ്രമാറ്റിസ്റ്റ് എന്ന വേർഡിന് മുന്നിലും ദ എന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് രണ്ടും രണ്ട് വ്യക്തികളാണ്. Therefore, that is plural. കോൺകോഡ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? If the subject is in plural form, the verb must also be in the plural form. If the subject is in the singular form, the verb must also be in the same form, that is in singular form. Okay. Next. അടുത്ത ഒന്നാണ് ദ ഫാസ്റ്റർ യു റൺ. വാക്യം നോക്കിയേ, ദ ഫാസ്റ്റർ യു റൺ. ഇത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ദ പ്ലസ് കമ്പാരിറ്റീവ് പ്ലസ് ദ പ്ലസ് കമ്പാരിറ്റീവ്. ദ ഫാസ്റ്റർ യു റൺ ഡാഷ് എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് 4 ഓപ്ഷൻ വായിക്കാം. The more soon you reach. ഒന്ന്. Option B, soon you reach. Option C, the soon you reach. The sooner you finished. ഇവിടെ എന്തായിരിക്കും ആൻസർ? സാറേ സിനോണിംസ് ഒന്നും തരുന്നില്ലായിരുന്നോ? എന്തോ സിനോണിംസ്? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യിക്കട്ടെ. എന്നിട്ട് ഞാൻ സിനോണിംസ് തരാം. സിനോണിംസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് തരാപ്പോ തന്നെ തരുവാണെങ്കിൽ അത് അറിഞ്ഞിരിക്കേണ്ടതല്ലേ ഭാവിയിലൊക്കെ? തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾ തന്നെയാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വേണമെന്ന്. അതാണ് ഞാൻ ആദ്യമേ തരുവാണെങ്കിലേ നല്ലതായിരുന്നു. ഓക്കെ. അല്ല, ഞാൻ ആ സിസ്റ്റമാണ് ഫോളോ ചെയ്തിരുന്നത്. സിനോണിംസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത ഈ ഒരു ക്വസ്റ്റ്യന് ശേഷം നമുക്ക് തരാം. അപ്പൊ നോക്കാം. ദ ഫാസ്റ്റർ യു റൺ, ദ സൂണർ യു ഫിനിഷ്, അല്ലെ ദ സൂണർ യു റീച്ച്. ഉണ്ടോ? ഇപ്പൊ ദ പ്ലസ് കമ്പാരിറ്റീവ്, ദാറ്റ് പ്ലസ് കമ്പാരിറ്റീവ് ആണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഒരു സംഭവം നടക്കുമ്പോൾ ആനുപാതികമായി മറ്റൊരു സംഭവം കൂടി പുരോഗമിക്കുന്നു എന്ന് പറയാനാണ് നമ്മൾ ദ പ്ലസ് കമ്പാരിറ്റീവ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ മലയാളത്തിൽ ഒരു സെന്റൻസ് ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. അത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാൻ കഴിയുമോ എന്ന് ആണ് പരിശോധിക്കുന്നത്. നിങ്ങൾ മുകളിലേക്ക് പോകുന്തോറും
അത്രത്തോളം തണവ് അനുഭവപ്പെടും. നമ്മൾ എങ്ങനെ പറയൂ വാക്യം? നിങ്ങൾ എത്രത്തോളം മുകളിലേക്ക് കയറുന്നുവോ അത്രത്തോളം തണവ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഈ ദാറ്റ് പ്ലസ് കമ്പാരിറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ? ദ എന്ന അത് ഉപയോഗിക്കാം. ഉയരത്തിലേക്ക് എന്ന അർത്ഥത്തിൽ ഹൈ, അതിന്റെ കമ്പാരിറ്റീവ് ഫോം ഏതാണ്? ഹയർ. ദ ഹയർ യു ക്ലൈം. ഒരു സ്ട്രക്ചർ ഉണ്ട്. ദ കഴിഞ്ഞിട്ട് കമ്പാരിറ്റീവ്, പിന്നെ ഒരു സബ്ജക്ട്. ദ ഹയർ യു ക്ലൈം. The higher you climb, നിങ്ങൾ എത്രത്തോളം ഉയരത്തിലേക്ക് കയറുന്നുവോ അത്രത്തോളം തണവ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. The higher you climb. പിന്നെ വീണ്ടും ദാന്ന് ഉപയോഗിക്കാം. തണവ് അല്ലെങ്കിൽ തണുപ്പ് എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന, തണുപ്പുള്ള എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് കൂൾ. അതിന്റെ കമ്പാരിറ്റീവ് ഉപയോഗിക്കാം. ദ കൂളർ. The higher you climb, the cooler you feel. അതിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ 10 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് തന്നത്. ഇനി നിങ്ങളുടെ സംശയങ്ങൾ എന്താന്ന് വെച്ചാൽ ഏത് മേഖലയെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാം, പറയാം. സിനോണിംസ് ആണോ വേണ്ടത്? Synonyms and antonyms. എല്ലാവരും പറയട്ടെ. നിങ്ങൾക്ക് ഓരോ ആളുകളുടെയും ഓക്കെ, ഞാനത് ക്വസ്റ്റ്യൻ മോഡലിൽ നിങ്ങൾക്ക് തരാം. അതല്ലേ നല്ലത്? വേർഡായിട്ട് മതി സാറേ, വേർഡായിട്ട് മീനിങ് രൂപത്തില്. ക്വസ്റ്റ്യൻസ് മതി സർ. വേർഡ്സ് മതിയോ? ക്വസ്റ്റ്യൻസ് ആകുമ്പോ ആൻസർ ചെയ്യുമ്പോ പെട്ടെന്ന് മറന്നു പോകില്ലല്ലോ. അപ്പൊ നമുക്ക് വേർഡ്സ് തരണം അല്ലേ? ഓക്കെ, 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ മറ്റേ ബുക്ക് എടുത്തില്ല. ഓക്കെ, ഞാൻ ആദ്യം നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന അതാണ്. പക്ഷെ ഞാനതൊന്ന് പ്രിപ്പയർ ചെയ്തില്ല. എങ്കിലും നിങ്ങൾ ചോദിച്ച പോലെ എന്തായാലും നിങ്ങൾക്ക് 5 സിനോണിംസ് ആദ്യം ഒരു ക്വസ്റ്റ്യൻ മോഡലിൽ ആദ്യം തരാം. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാം. നോക്കാം. The synonym of word absurd, ABSURD. Absurd എന്ന വാക്കിന്റെ സിനോണിം ഏതാണ്? അതായത് ഇത് BFO, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് 2018 ചോദിച്ചൊരു ചോദ്യമാണ്. അബ്സോർഡ്. അബ്സോർഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അറിയോ? ABSURD. അബദ്ധമായ, അല്ലെ വിഡ്ഢിത്തം നിറഞ്ഞ. അപ്പോ അബ്സോർഡ് എന്ന വാക്കിന്റെ സിനോണിം 4 ഓപ്ഷൻ ഞാൻ വായിക്കാം. അതേതാണെന്ന് നിങ്ങൾ തന്നെ പറയാം. ഒന്ന്, ഓപ്ഷൻ എ അൺകോൺഷ്യസ്, ഓപ്ഷൻ ബി കോൺഷ്യസ്, ഓപ്ഷൻ സി ഫൂളിഷ്, ഓപ്ഷൻ ഡി സെൻസിബിൾ. ഫൂളിഷ്. അപ്പോ അബ്സോർഡ് എന്ന വാക്കിന്റെ സിനോണിം ഏതാണ്? ഫൂളിഷ്. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ ശരിയായ സിനോണിം ഫൂളിഷ് എന്ന വേർഡാണ്. അതുപോലെ the synonym for the word valor, VALOUR. valor എന്ന് പറഞ്ഞാൽ ധീരത.
എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇത് 2017 സെയിൽസ്മാൻ ആൻഡ് സെയിൽസ്മാൻ ഹാൻഡക്സ് ആ ഒരു ടെസ്റ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സിനണിം ഫോർ ദ വേർഡ് വെയിലർ. വെയിലർ എന്ന വാക്കിന് സിനണിമായിട്ട് ഉപയോഗിക്കുന്ന 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. VALOUR. ബ്രിട്ടീഷ് ഇംഗ്ലീഷില് VALOUR എന്നും അമേരിക്കൻ ഇംഗ്ലീഷിലാണെങ്കിൽ VALOR എന്നും ആണ് ഉപയോഗിക്കുന്നത്. ബട്ട് നമ്മൾ പഠിക്കേണ്ടത് VALOUR because we are following the standard English. ഇപ്പൊ വെയിലർ എന്ന വാക്കിന്റെ സിദ്ധാർത്ഥ ഒന്ന് മ്യൂട്ട് ചെയ്യാനായിട്ട് പലരും ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോ വെയിലർ എന്ന വാക്കിന്റെ സിനണിം ഒന്ന് കറേജ്, COURAGE, കറേജ്. ഓപ്ഷൻ ബി വാല്യൂ, VALUE. ഓപ്ഷൻ സി വിസ്ഡം. ഓപ്ഷൻ ഡി വാലി, VALLEY. വാലി എന്ന് പറഞ്ഞാൽ താഴ്വര. ഇതിലേതായിരിക്കും ആൻസർ? കറേജ് അല്ലെ? പിന്നെ അടുത്തതാണ് ഈ ഫയർമാൻ ട്രെയിനി എന്ന എക്സാമിന് 2017 ചോദിച്ചൊരു ചോദ്യം. അതിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഒന്ന്, ആ ചോദ്യം ഇതാണ്: അല്ല അതല്ല, ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയാം. നോക്കാം. സെലക്ട് എ വേർഡ് സിനണിമസ് വിത്ത് ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി, INTEGRITY. ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ അഖണ്ഡത അല്ലെങ്കിൽ സത്യസന്ധത എന്നൊക്കെ നമുക്ക് പറയാം. ഇതിന്റെ സിനണിമായിട്ട് ഉപയോഗിക്കുന്ന 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ഏതാണെന്ന് നിങ്ങൾ പറയണം. ഇന്റഗ്രിറ്റിയുടെ സിനണിമായിട്ട് ഉപയോഗിക്കുന്ന 4 ഓപ്ഷനിൽ ഒന്ന് സെൽഫ്ലെസ്നെസ്. സെൽഫ്ലെസ്നെസ്. നോക്കി, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കാം. സെൽഫ് ഒരു വേർഡാണ് അല്ലെ? അതിനോടൊപ്പം മറ്റൊരു സഫിക്സ് ചേർത്തേക്കാണ് LESS, സെൽഫ്ലെസ്. വീണ്ടും ഒരു സഫിക്സും കൂടി ചേർത്തേക്കാണ് NESS. അപ്പൊ ലെസ് എന്ന് ചേർത്താൽ വാക്യം വേർഡ് നെഗറ്റീവ് ആവും. നെസ് എന്ന് ചേർത്താൽ വാക്ക് പോസിറ്റീവ് ആവും. സെൽഫ്ലെസ്നെസ്. ഒന്ന് സെൽഫ്ലെസ്നെസ്. ഓപ്ഷൻ ബി ഇതാണ് സെൽഫിഷ്നെസ്. സെൽഫിഷ്നെസ്. ആ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കാം. സെൽഫിഷ്, ISH എന്ന സഫിക്സ് ചേർത്തിട്ട് വീണ്ടും അതിനോടൊപ്പം NESS ചേർത്തേക്കാണ്. അപ്പൊ ഒരു വേർഡ് ഉണ്ടാക്കിയെടുക്കുന്ന ആ രീതിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രിഫിക്സും സഫിക്സും ആഡ് ചെയ്തിട്ട് നമുക്ക് വളരെ വലിയ വേർഡ്സ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോ സെൽഫിഷ്നെസ്. ഓപ്ഷൻ സി ഓണസ്റ്റി, HONESTY, ഓണസ്റ്റി. ഓപ്ഷൻ ഡി ഡ്യൂറബിലിറ്റി. അപ്പോ ഇന്റഗ്രിറ്റി എന്ന വാക്കിന്റെ സിനണിം ഇതിൽ ഏതായിരിക്കും? ഇന്റഗ്രിറ്റിക്ക് പല സിനണിംസ് നമുക്ക് പറയാം. പക്ഷെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് നമുക്ക് തെരഞ്ഞെടുത്ത് എഴുതാൻ കഴിയൂ. ഇവിടെ തന്ന ഓപ്ഷനിൽ ഇന്റഗ്രിറ്റിയുടെ സിനണിമാണ് ഓണസ്റ്റി, സത്യസന്ധത അല്ലെങ്കിൽ ആത്മാർത്ഥത. നെക്സ്റ്റ്, പ്രിസൺ ഓഫീസർ 2017 ചോദിച്ച ഒരു ചോദ്യമാണ്. സിനണിം ഓഫ് കമൻസ്, COMMENC, കമൻസ്. കമൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ബിഗിൻ ഓർ സ്റ്റാർട്ട് അല്ലെ? COMMENC, കമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഗിൻ, ആരംഭിക്കുക. അതിന്റെ സിനണിം
4 ഓപ്ഷൻ ഇവിടെ തന്നിട്ട് ഒന്ന് ടു എൻഡ്, കേൾക്കുമ്പോ തന്നെ നമുക്ക് അറിയാം അതല്ലാന്ന്. ടു ബിഗിൻ, ടു റൺ, ടു ടെൽ. ഇതിലേതായിരിക്കും? ടു ബിഗിൻ. ഞാൻ 5 നിങ്ങളോട് പറയാം. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത ദിവസത്തേക്ക് പഠിക്കാനുള്ള 5 സിനോണിംസ് ഞാൻ വേറെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നോക്കാം. ഇനി ഒരു വാക്യമാണ് തന്നിട്ടുള്ളത്. ആ വാക്യത്തിൽ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ വാക്യം ഇതാണ്, സെന്റൻസ് ഇതാണ്: ദ പോലീസ് ഓഫീസർ interrogated the accused person. The police officer interrogated എന്ന വാക്കിന് അടിവരയിട്ടിരിക്കുകയാണ്. Interrogated the accused person. Accused എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോപിതനായ, കുറ്റാരോപിതനായ ആ വ്യക്തിയെ പോലീസ് ഉദ്യോഗസ്ഥൻ ഇൻട്രോഗേറ്റ് ചെയ്തു അല്ലെങ്കിൽ ചോദ്യം ചെയ്തു. ഇവിടെ റീപ്ലേസ് ദ അണ്ടർലൈൻ വേർഡ് വിത്ത് ഇറ്റ്സ് സിനോണിംസ്. ഈ ഇൻട്രോഗേറ്റ് എന്ന വാക്കിന്, ഈ അടിവരയിട്ടിട്ടുള്ള ഈ വാക്കിന്റെ സിനോണിം നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണെന്ന് നിങ്ങൾ പറയണം. ഓപ്ഷൻ എ സ്റ്റോപ്ഡ്, ഓപ്ഷൻ ബി പണിഷ്ഡ്, ഓപ്ഷൻ സി ക്വസ്റ്റ്യൻഡ്, QUESTIONED, ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ഇൽ ട്രീറ്റഡ്. ഇൽ ട്രീറ്റഡ് എന്ന് പറഞ്ഞാൽ മോശമായി പെരുമാറി. ഇതിൽ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ. അപ്പൊ ഇൻട്രോഗേറ്റ് എന്ന വാക്കിന് നമുക്ക് പകരമായിട്ട് എന്ത് ഉപയോഗിക്കാം? ക്വസ്റ്റ്യൻഡ് എന്ന് ഉപയോഗിക്കാം. ഓക്കെ, ഒരെണ്ണം കൂടി നിങ്ങൾക്ക് തരാം. സിനോണിം ഓഫ് ദ വേർഡ് ഡിസ്മൽ, DISMAL. ഇത് വേരിയസ് ഡിപ്പാർട്ട്മെന്റിന് 2017 LDC വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡിസ്മൽ എന്ന വാക്കിന്റെ സിനോണിം ഏതാണ്? അപ്പൊ ഡിസ്മൽ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം. വിഷാദമുള്ള എന്നാണ് ആ വാക്കിന്റെ മീനിങ്. അപ്പൊ 4 ഓപ്ഷൻ പറയാം. ഡിസ്മൽ എന്ന വാക്കിന്റെ സിനോണിം അതില് ആ ഓപ്ഷനിൽ ഏതാണെന്ന് നിങ്ങൾ പറയണം. ഒന്ന് ചീർഫുൾ. ചീർഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് അറിയാവുന്ന? സന്തോഷമുള്ള. ഓപ്ഷൻ ബി ഹാപ്പി, അതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓപ്ഷൻ സി ഗ്ലൂമി, GLOOMY. ഗ്ലൂമി എന്ന് പറഞ്ഞാൽ എന്താ? വിഷാദഭാവമുള്ള. ഓപ്ഷൻ ഡി തോട്ട്ഫുൾ. തോട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇതിലേതായിരിക്കും ശരിയായിട്ടുള്ള ഡിസ്മൽ എന്ന വാക്കിന്റെ സിനോണിം? ഇതിലേതായിരിക്കും? ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ഗ്ലൂമി. നിങ്ങൾക്ക് അടുത്ത ദിവസം പഠിക്കാനുള്ള ഒരു 5 സിനോണിംസ് ഇപ്പൊ നിങ്ങൾക്ക് തരാണ്. നിങ്ങൾ ഓരോ വേർഡ്സ് പഠിച്ചാൽ മതി. അതിൽ ആദ്യത്തെ വേർഡ് ഇതാണ്, അബാൻഡൻ. ABANDON. അബാൻഡൻ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതിന് നിങ്ങൾ ഒറ്റ സിനോണിം പഠിച്ചാൽ മതി, ലീവ്, LEAVE. എഴുതി വെക്കാം. നെക്സ്റ്റ് അപ്കർ, ABHOR. അപ്കർ എന്ന് പറഞ്ഞാൽ അബാൻഡൻ. ഓക്കെ, സുമിത്ര
അബാൻഡൻ, ABANDON. ഞാൻ പറയുന്ന സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾ പറയാം അബാൻഡൻ, ABANDON, അബാൻഡൻ. അബാൻഡൻ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഞാനൊരു സെന്റൻസിൽ നമുക്ക് നിങ്ങളോട് വേണമെങ്കിൽ പറയാം. ഓക്കെ, അബാൻഡൻ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. No. The cruel man abandoned his wife and children. The cruel man abandoned his wife and children. ആ ക്രൂരനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യയെയും മക്കളെയും അബാൻഡൻ ചെയ്തു, ഉപേക്ഷിച്ചു. അബാൻഡൻ എന്ന് പറഞ്ഞ ഉപേക്ഷിക്കുക. എന്റെ പാസ്റ്റ് ടെൻസ് ആണ് അബാൻഡൻ. ED ചേർത്താൽ മതി. അപ്പൊ അബാൻഡൻ എന്നുള്ളതിന്റെ സിനണിം ഒന്ന് ലീവ്, LEAVE, ലീവ്. നിങ്ങൾ ഓരോന്ന് പഠിക്കാം. നെക്സ്റ്റ് അബ്ഹർ, ABHOR, ABHOR. അബ്ഹർ എന്ന് പറഞ്ഞാൽ വെർബായിട്ട് ഉപയോഗിക്കുമ്പോ വെറുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. വെറുക്കുക. അതിന്റെ സിനണിമാണ് ഹെയ്റ്റ്, AB ആണ് ട്ടോ. ABHOR, അബ്ഹർ, ഹെയ്റ്റ്, HATE. എഴുതിയില്ലേ? അബ്ഹർ. നെക്സ്റ്റ് അടുത്ത നല്ലൊരു വേർഡാണ് അബണ്ടൻസ്, ABUNDANT, അബണ്ടൻസ്. അബണ്ടന്റ് എന്ന് പറഞ്ഞാൽ സമൃദ്ധമായ അല്ലെങ്കിൽ സുലഭമായ, ധാരാളമുള്ള. അതിന്റെ സിനണിമായി ഉപയോഗിക്കുന്ന ധാരാളം വേർഡ്സ് ഉണ്ട്. നിങ്ങൾ ഒരു വേർഡ് ഇപ്പൊ പഠിക്കാം. അബണ്ടന്റ് എന്നുള്ളതിന്റെ സിനണിം പ്ലെന്റിഫുൾ, PLENTIFUL, പ്ലെന്റിഫുൾ. എഴുതിയോ? ഞാൻ ചോദ്യങ്ങൾ വായിക്കുന്ന സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. നെക്സ്റ്റ് അഡോൺ, ADORN, അഡോൺ. ADORN, അഡോൺ എന്ന വാക്കിന്റെ അർത്ഥം അലങ്കരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ സിനണിമാണ് ഡെക്കറേറ്റ്, DECORATE, ഡെക്കറേറ്റ്. അഡോൺ, ഡെക്കറേറ്റ്. 5 വേർഡ്സ് ആയോ? പറയാം, നിങ്ങൾക്ക് പറയാം. 4 വേർഡ്സ്. നെക്സ്റ്റ് അടുത്ത ഒന്നുകൂടി പറയാം. അഡ്മോണിഷ്, ADMONISH. നല്ലൊരു വേർഡാണ് അഡ്മോണിഷ്. അഡ്മോണിഷ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ വാക്കിന്റെ മീനിങ് താക്കീത് ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. അഡ്മോണിഷ് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക എന്ന അർത്ഥത്തിലും അത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അഡ്മോണിഷ് എന്ന വാക്കിന്റെ ഒരു സിനണിം ഇതാണ് ത്രട്ടൺ, THREATEN, THREATEN, ത്രട്ടൺ. അപ്പൊ നിങ്ങൾക്ക് അടുത്ത 5 ആന്റണിംസ് കൂടി ഞാൻ തരാം. ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതില്. കാരണം ഇത് സിനണിംസ് ആന്റണിംസ് ഞാൻ കുറെ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. ചിലർക്ക് അത് കിട്ടിക്കാണില്ല, എങ്കിലും നമുക്കൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ആന്റണിംസ് ആയിട്ട് ഉപയോഗിക്കുന്ന, അപ്പൊ ഒന്നാമത്തെ വേർഡ്
അഡ്വാൻസ്, ADVANCE. ഈ അഡ്വാൻസ് എന്ന വാക്ക് നമ്മൾ നൗണായിട്ട് ഉപയോഗിക്കാം, വെർബായിട്ട് ഉപയോഗിക്കാം. അഡ്വാൻസ് നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അഡ്വാൻസ് മണി, മുൻകൂർ പണം അല്ലേ? മുൻകൂർ. അതുപോലെ അഡ്വാൻസ് എന്ന വേർഡ് നമ്മൾ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ മുന്നേറുക എന്നാണ് അതിന്റെ അർത്ഥം. ടു ഗോ ഫോർവേഡ്, ദാറ്റ് ഈസ് അഡ്വാൻസ്. ഇപ്പോ അഡ്വാൻസ് എന്ന വാക്കിന്റെ ആന്റണിമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് റിട്രീറ്റ്, RETREAT. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ മുന്നേറുക, റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പിൻവാങ്ങുക. The troops of Indian Army advanced towards Pakistan, and the troops of Pakistan retreated. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ മുന്നേറുക, റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ പിൻവാങ്ങുക. നെക്സ്റ്റ്, അടുത്ത നല്ലൊരു വേർഡാണ് അക്യുമുലേറ്റ്, ACCUMULATE. അക്യുമുലേറ്റ്. സ്പെല്ലിംഗ് ഒന്നുകൂടി ശ്രദ്ധിക്കാം. ACCUMULATE, അക്യുമുലേറ്റ്. അക്യുമുലേറ്റ് എന്ന് പറഞ്ഞാൽ കുമിഞ്ഞുകൂടുക, അല്ലെങ്കിൽ എന്താണ്? കുമിഞ്ഞുകൂടുക. അക്യുമുലേറ്റ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പദം ഇതാണ്, സ്കാറ്റർ, SCATTER, സ്കാറ്റർ. ചിതറുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ചിതറി എന്ന് പറയാൻ പറ്റില്ല ധന്യ PG. സ്കാറ്റർ എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, SCATTER. സ്കാറ്റർ എന്ന് പറഞ്ഞാൽ ചിതറുക അല്ലെ? അപ്പൊ ധന്യ പറഞ്ഞ പോലെ ചിതറി എന്ന അർത്ഥം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാറ്റേർഡ് എന്ന് ഉപയോഗിക്കണം. അതിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണ്ടേ? ഈ ടെൻസുകളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഈ PSC എക്സാമിന് മാത്രമല്ല, നമ്മുടെ ഭാവി ജീവിതത്തിലും വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തെ മെജോറിറ്റി ഓഫ് കൺട്രീസ് ഇതൊരു പ്രൈം ലാംഗ്വേജ് ആയിട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു ഭാഷയാണ്. നിങ്ങൾ PSC എക്സാമിന് എക്സാം എഴുതാൻ പോണ ആൾക്കാരാണല്ലോ. ഈ ജനറൽ നോളജ് എന്ന ഭാഗത്തുനിന്ന് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇന്ത്യയില് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഒരു സംസ്ഥാനമുണ്ട്, അതേതാണ്? നാഗാലാൻഡ് ആണ്. നാഗാലാൻഡില് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാണ്. പക്ഷെ പ്രത്യക്ഷത്തില് കേരളത്തിലോ തമിഴ്നാട്ടിലോ ഒന്നും ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷ അല്ല എങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് കോടതിയിൽ നിന്നൊരു സമൻസ് വരുന്നു, അത് ഇംഗ്ലീഷിലാണ്. പിന്നെ അവിടെയുള്ള ബോർഡുകളും സാധനങ്ങളും ഒക്കെ ഇംഗ്ലീഷിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ടുണ്ട്. ബട്ട് എനിഹൗ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു പ്രാധാന്യമാണ് ഇപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. പക്ഷേ ഗീതാഞ്ജലി എന്ന ടാഗോറിന്റെ മഹത് ഗ്രന്ഥം അദ്ദേഹം അത് വംഗഭാഷയിൽ എഴുതിയാണ്, ബംഗാളി ഭാഷയിലാണ് എഴുതിയത്. ബട്ട് ഞാൻ അത് പഠിച്ചത് ഇംഗ്ലീഷിലാണ്. അപ്പൊ അത്രയും പ്രാധാന്യം ഈ ഒരു ഭാഷയ്ക്കുണ്ട്. ഓക്കെ, ദെൻ അക്യുമുലേറ്റ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് സ്കാറ്റർ, SCATTER. നെക്സ്റ്റ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഡാണ് നിങ്ങളോട് ചോദിക്കുന്നത്.
അട്രാക്ട്, ATTRACT, അട്രാക്ട്. അട്രാക്ട് എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആണ് റിപ്പൽ, REPEL. നിങ്ങൾ സയൻസ് പഠിച്ച, ഇപ്പൊ ഗ്രാജുവേഷൻ ലെവലിൽ സയൻസ് ഒക്കെ പഠിച്ച ആൾക്കാരുണ്ടാവും. ഗ്രാജുവേഷൻ ലെവലൊന്നും വേണ്ട, നമ്മളെ സ്കൂൾ തലങ്ങളിൽ തന്നെ നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ് എന്താ, മാഗ്നറ്റ്സ്. അപ്പോ നമ്മൾ പഠിച്ചത് എന്താന്ന് വെച്ചാൽ ലൈക്ക് പോൾസ് ഓഫ് ദ മാഗ്നറ്റ്സ്. മാഗ്നറ്റ്സിന്റെ ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ. റിപ്പൽ എന്ന് പറഞ്ഞാൽ വികർഷിക്കുക. ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ദ മാഗ്നറ്റ് അട്രാക്ട് ഈച്ച് അതർ. അല്ലെ? ഇവിടെ അട്രാക്ട് ആൻഡ് റിപ്പൽ എന്ന വാക്ക്, അതിന്റെ ആ ബന്ധം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ. അപ്പോ അട്രാക്ട് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് റിപ്പൽ. നെക്സ്റ്റ് അടുത്തൊരു വേർഡ് ഇതാണ് അഡ്വേഴ്സിറ്റി. ADVERSITY. ADVERSITY. അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ, അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രതികൂലമായ, അതിന്റെ നൗൺ ഫോം ആണ് അഡ്വേഴ്സിറ്റി. പ്രതികൂല സാഹചര്യം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അഡ്വേഴ്സിറ്റി എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന നല്ലൊരു പദമാണ് പ്രോസ്പെരിറ്റി. PROSPERITY. പ്രോസ്പെരിറ്റി, അഭിവൃദ്ധി. അഭിവൃദ്ധി. ഇപ്പൊ എത്ര വേർഡ്സ് ആയി? 4 words. നെക്സ്റ്റ് ഒരെണ്ണം കൂടി നിങ്ങൾ പഠിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ അബാൻഡൻ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ്സ് ABANDON. അബാൻഡൻ, ഉപേക്ഷിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആണ് റീറ്റെയിൻ. RETAIN. റീറ്റെയിൻ എന്ന് പറഞ്ഞാൽ നിലനിർത്തുക. യെസ്, ഓക്കെ. ഇനി നിങ്ങൾക്ക് സംശയമുള്ള ഏത് ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഒന്ന് നമ്മുടെ ഫണ്ടമെന്റൽ ഗ്രാമർ. യെസ്, യൂസ് മോഡൽ ഓക്സിലിയറീസ്. എന്താ ഓക്സിലിയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഓക്സിലിയറി മീൻസ് ഹെൽപ്പിംഗ്, സഹായിക്കുന്ന. അപ്പോ ഓക്സിലിയറി വെർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായക ക്രിയകൾ. അതായത് ഒരു പ്രധാന ക്രിയയെ സഹായിക്കാൻ അതിന് മുന്നിലായി ചേർക്കുന്ന ആ വാക്കുകളെയാണ് ഓക്സിലിയറി വെർബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കണം, വർക്ക്, WORK. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ജോലി ചെയ്യുക, അല്ലെ? അല്ലെങ്കിൽ പ്രവർത്തിക്കുക. ബട്ട് അതിന് മുന്നിലായിട്ട് ഞാൻ ക്യാൻ എന്ന വേർഡ് ചേർക്കണം. ക്യാൻ വർക്ക്. അർത്ഥം മാറി. വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുക. ക്യാൻ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ജോലി ചെയ്യാൻ കഴിയും. ഗോ എന്ന് പറഞ്ഞാൽ എന്താ? പോവുക. ക്യാൻ ഗോ എന്ന് പറഞ്ഞാലോ? ക്യാൻ ഗോ, പോവാൻ കഴിയും. സ്പീക്ക്, സംസാരിക്കുക. കണ്ടാ, ആ സ്പീക്ക് എന്ന് പറഞ്ഞ ആ വാക്ക് ഒരു വെർബാണ്. അതിന്റെ മൂഡ് മാറ്റാൻ വേണ്ടിയിട്ട്, അതിന്റെ അർത്ഥം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചൊരു വേർഡാണ് ക്യാൻ. ക്യാൻ സ്പീക്ക്.
സ്പീക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. ക്യാൻ സ്പീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സംസാരിക്കാൻ കഴിയും. അപ്പോ ഓക്സിലിയറി വെർബ്സ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 24 ഓക്സിലിയറി വെർബ്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. അവയെ 2 ഭാഗമായിട്ട് തിരിക്കാം നമുക്ക്. പ്രൈമറി ഓക്സിലിയറി വെർബ്സ് ആൻഡ് മോഡൽ ഓക്സിലിയറീസ്. പ്രൈമറി ഓക്സിലിയറീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നിത്യജീവിതത്തിൽ നമ്മൾ പല സംഭാഷണങ്ങളും നടത്താറുണ്ട്. ആ ഡെയിലി കോൺവെർസേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൊച്ചു കൊച്ചു വാക്കുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആം, ഈസ്, ആർ, വാസ്, വർ. അതുപോലെ ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത്രയും വെർബ്സിനെയാണ് പ്രൈമറി ഓക്സിലിയറീസ് എന്ന് പറയുന്നത്. പ്രാഥമിക സഹായക ക്രിയകൾ എന്ന് പറയുന്നത്. ഓ ചോദിക്കാം. അതായത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു രീതിയാണ് ഞാൻ നിങ്ങളോട് പറയണത്. പ്രൈമറി നിങ്ങൾ എഴുതി വെക്കാം. പ്രൈമറി ഓക്സിലിയറീസ് എന്ന് ആദ്യമായിട്ട് എഴുതാം. അത് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ് നിങ്ങളോട് പറയണത്. പ്രൈമറി ഓക്സിലിയറീസ് എന്ന് പറഞ്ഞാൽ ആദ്യം ബി എന്ന ഒരു വെർബുണ്ട്. അതിനൊരു വ്യക്തമായ അർത്ഥം നമുക്ക് പറയാൻ കഴിയില്ല. ബി ഇ. ആ ബി ഒരു കുടുംബമാണെന്ന് വിചാരിക്കാം. ആ കുടുംബത്തിലെ അംഗങ്ങളെയാണ്. ആ അംഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആം, ഈസ്, ആർ, വാസ്, വർ. ഉണ്ടോ? അപ്പൊ ബി എന്ന കുടുംബത്തില് ഈ 5 പേരാണുള്ളത്. ആം, ഈസ്, ആർ, വാസ്, വർ. നെക്സ്റ്റ് അടുത്തൊരു ഫാമിലിയാണ് ഡു. ആ ഡു എന്ന ഫാമിലിയിലെ 5 അംഗങ്ങളാണ്. ഒന്ന് ഡു, ഡസ്, ഡിഡ്. നെക്സ്റ്റ് ഒരു ഫാമിലിയാണ് ഹാവ്. HAV, ഹാവ്. അതിലെ അംഗങ്ങളാണ് ഹാവ്, ഹാസ്, ഹാഡ്. ഇവയാണ് നമ്മൾ പ്രൈമറി ഓക്സിലിയറീസ് എന്ന് പറയുന്നത്. സുരഭി എന്ന് പറയാം. പ്രൈമറി ഓക്സിലിയറീസ് ഏതൊക്കെയാണ്? യു ക്യാൻ റെസ്പോണ്ട്. Am, is, are, was, were, have, has, had, does, do, does, did. അപ്പൊ എത്ര എണ്ണമായി? ആം, ഈസ്, ആർ, വാസ്, വർ, ഡു, ഡസ്, ഡിഡ്, ഹാവ്, ഹാസ്, ഹാഡ്. 11 എണ്ണമായി അല്ലേ? 11 മോഡൽ 11 പ്രൈമറി ഓക്സിലിയറീസ് ആണ് ഇംഗ്ലീഷിലുള്ളത്. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പാണ് മോഡൽ ഓക്സിലിയറീസ്. മോഡൽ ഓക്സിലിയറീസ് അല്ലെങ്കിൽ അവയെ നമ്മൾ മോഡൽസ് എന്നും നമുക്ക് പറയാം. മോഡൽ ഓക്സിലിയറീസ് ഇതുപോലെ ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഞാൻ ആദ്യത്തെ വേർഡ് നിങ്ങളോട് പറയണം ക്യാൻ. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ്. ക്യാൻ, കുഡ്. അടുത്ത മേ. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് മൈറ്റ്. ഷാൽ, പാസ്റ്റ് ടെൻസ് ഷുഡ്. അടുത്ത വിൽ, പാസ്റ്റ് ടെൻസ് വുഡ്. പിന്നെ മസ്റ്റ്. മസ്റ്റിന് പാസ്റ്റ് ടെൻസ് ആയിട്ട് ഉപയോഗിക്കാറില്ല. പാസ്റ്റ് ടെൻസ് ഇതിൽ ഉപയോഗിക്കുന്നില്ല. പക്ഷെ മസ്റ്റിന് ഒരു പാസ്റ്റ് ടെൻസ് ഉണ്ട്. ഹാഡ് ടു എന്നാണത്. അത് ഞാൻ റിപ്പോർട്ടഡ് സ്പീച്ച്
നെറ്റിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമുക്കൊന്ന് ഡിലേ ചെയ്യേണ്ടി വന്നത്. അപ്പൊ ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നിങ്ങൾ അടുത്ത ദിവസം സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ് ടു ഓൾ ഓഫ് യു. Thank you, sir. Thank you, sir. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ചോദിക്കാം. ഞാൻ നിങ്ങൾ വാട്സപ്പ് നമ്പർ ഒക്കെ തന്നിട്ടില്ലേ, അത് വെച്ചിട്ട്. Good, sir. ഓക്കെ, ഗുഡ് നൈറ്റ്.